നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഡോക്ടർ മോഹൻ വർഗീസ്. ഇസ്രായേലിന്റെ ഒരു വിജയ കുതിപ്പാണ് ഇപ്പോൾ നമ്മൾ ആ മേഖലയിൽ കാണുന്നത്. ഹിസ്ബുള്ളയെ തകർത്തതിന് ശേഷം സിറിയയിൽ അതിശക്തമായ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഇസ്രായേൽ. ഇക്കഴിഞ്ഞ ദിവസവും രൂക്ഷമായ ആക്രമണം പ്രത്യേകിച്ച് സിറിയയുടെ ലതാക്കിയ ടാർട്ടസ് മേഖലകൾ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ നടത്തി. ടാർട്ടസിൽ നടത്തിയ ബോംബാക്രമണം റിക്ടർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. അതിഭയാനകമായ ആക്രമണങ്ങൾ. ഇത്ര ശക്തിയായി ഇസ്രായേൽ സിറിയയ്ക്ക് നേരെ ആഞ്ഞടിക്കുന്നതിന് തൊട്ടു മുൻപ് HTSന്റെ തലവൻ അൽ ജൊലാനി നേരിട്ട് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകുന്ന തലത്തിലല്ല എങ്കിൽ പോലും സിറിയയുടെ പരമാധികാരം സൂക്ഷിക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന് കൃത്യമായി ഇസ്രായേലിനെ ഓർമ്മപ്പെടുത്തി. ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ സിറിയ വീണ്ടും സമാധാനത്തിലേക്ക് കടക്കാനുള്ള സമയമായി എന്ന് അൽ ജൊലാനി ഇസ്രായേലിനെ ഓർമ്മപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയും രൂക്ഷമായ ആക്രമണങ്ങൾ ഇസ്രായേൽ തുടരുന്നു. മറുവശത്ത് ഇറാന്റെ ശക്തി ക്ഷയിച്ചിട്ടില്ല എന്ന് ഇസ്രായേലിനെയും ലോകത്തെയും ബോധ്യപ്പെടുത്താൻ പാടുപെടുകയാണ് ഹൂതികൾ. അവർ ഇന്നലെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമാണ് ഇസ്രായേലിന് നേർക്ക് നടത്തിയത്. ബാലിസ്റ്റിക് മിസൈൽ തങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തിക്ക് പുറത്തു വെച്ച് തകർക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു. പക്ഷെ വെസ്റ്റ് ബാങ്കിൽ അതിന്റെ ചില ഭാഗങ്ങൾ പതിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേലിന് നേർക്ക് ഹൂതികൾ തൊടുത്ത ഡ്രോൺ മെഡിറ്ററേനിയൻ കടലിന് മുകളിൽ വെച്ച് തന്നെ തകർക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിരുന്നു. ഗതികെട്ട് ഇസ്രായേൽ പറയുന്നു, ഞങ്ങൾ അടുത്തതായി ലക്ഷ്യമിടുന്നത് ഇനി യമനിലെ ഹൂതികൾക്ക് നേരെയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം ഉണ്ടാകും എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നു. ട്രംപും ഇത് സംബന്ധിച്ച ചില സൂചനകൾ നൽകി. ഇന്നലെ അമേരിക്ക ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം തുടങ്ങിയ കാഴ്ചകൾ നമുക്ക് മുന്നിലുണ്ട്. ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യം യമനിലെ ഹൂതി കേന്ദ്രങ്ങളാണോ? ഇറാന്റെ ഇനി അവശേഷിക്കുന്ന അല്പമെങ്കിലും ഒരു ശക്തിയുള്ള പ്രോക്സി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഈ ഹൂതികളുടെ കാര്യത്തിൽ മാത്രമാണ്. അവരെ കൂടി തകർക്കുക, അതാണോ ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്? കോംപ്രിഹെൻസീവ് പാക്കേജ് എന്നൊരു സങ്കല്പമുണ്ട്. ഒരു പീസ് മീൽ കാര്യങ്ങളാകാം, ഒന്നൊന്നായി എനിമീസിനെ ഒതുക്കിപ്പോകുന്ന ഒരു നയമാകാം, അല്ല എങ്കിൽ ഒരേ സമയം മൾട്ടിപ്പിൾ ഫ്രണ്ടിലെ യുദ്ധമാകാം. ഇവിടെ ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഇസ്രായേൽ യുദ്ധത്തിലാണ്, സമാധാനത്തിലല്ല, യുദ്ധത്തിലാണ്. വെടിനിർത്തൽ ഉണ്ടായിട്ടില്ല. ഹിസ്ബുള്ളയുമായി ഉണ്ടായി എന്ന് പറയുന്ന വെടിനിർത്തൽ അത് ശാശ്വതമാണ് എന്ന് കരുതുന്നില്ല. താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ് 60 ദിവസത്തേക്ക്. പുതിയ ഒരു യുദ്ധമുന്നണി സമാധാനം വന്നതിന് ശേഷം തുറന്നാൽ ലോകരാജ്യങ്ങളെല്ലാം വീണ്ടും ഇസ്രായേലിന്റെ നെഞ്ചത്തോട്ട് കയറും. അതുകൊണ്ട് ഇസ്രായേലിന്റെ ഒരു സുചിന്തിതമായ പദ്ധതിയായി ആണ് ഇപ്പോൾ ഇത് കാണുന്നത്. ഇസ്രായേലിനെതിരെ രൂപപ്പെട്ട ഒരു അച്ചുതണ്ട്, ഇറാൻ കേന്ദ്രീകൃതമായി രൂപപ്പെട്ട അച്ചുതണ്ടിലെ പ്രധാനപ്പെട്ട 5 ശക്തികളുണ്ട്. 5 ജിയോഗ്രാഫിക്കൽ എൻറ്റിറ്റീസ് ആണ്. കൃത്യമായി ഇസ്രായേലിന്റെ ചുറ്റുപാടും ജിയോഗ്രാഫിക്കലായിട്ടുള്ള ഏറ്റവും സൗത്തുള്ള യമനിലെ ഹൂതികൾ, അത് ഷിയ വിഭാഗമായ ട്രൈബൽസ്. 2 ഇസ്രായേൽ തൊട്ട് പടിഞ്ഞാറുള്ള ഹമാസ്, അത് ഇസ്രായേലിന്റെ തന്നെ പലസ്തീന്റെ ഭാഗമായ ഗസയിലെ ഹമാസ്. തൊട്ടു വടക്കുള്ള ലെബനനിലെ ഹിസ്ബുള്ള. അതുപോലെ കിഴക്കുള്ള സിറിയയിലെയും ഇറാഖിലെയും ഷിയ മിലിഷ്യകൾ. അങ്ങനെ 5 വ്യത്യസ്തമായ മിലിഷ്യകൾ. തൊമ്മൻ മുറുകുമ്പോ ചാണ്ടിയായോ എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ. ചില മിലിഷ്യകളുടെ ഭാഗത്ത് ഒരു അയവുണ്ടാകുമ്പോൾ മറ്റൊന്ന് ചാടി വീഴും. അപ്പൊ ഇതിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുക, ഇത് ഒരു തരം ആന്റിബയോട്ടിക് പ്രയോഗം പോലെയാണ്. ഒരു ദിവസം ആന്റിബയോട്ടിക് ഉപയോഗിച്ച് കഴിയുമ്പോൾ സ്വല്പം ഭേദമാകും. പക്ഷേ ആന്റിബയോട്ടിക്കിന് ഒരു കോഴ്സ് ഉണ്ട്. 5 ദിവസത്തെ അല്ലെങ്കിൽ 7 ദിവസത്തെ ഒരു കോഴ്സ് പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ അവസാന രോഗാണു അല്ലെങ്കിൽ അവസാന അറ്റാക്കും നടക്കൂ. അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സമൂല ഉന്മൂലനം ഒരു പക്ഷേ പദ്ധതിയായിട്ടുണ്ട്. അത് കൾമിനേഷനിലെത്തുന്ന ഒരു പക്ഷേ ഹൂതികളാണ്. ഇസ്രായേലിന് മാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരാണ് ഹിസ്ബുള്ളയും ഹമാസും. അതേസമയം ഹൂതികൾ അന്താരാഷ്ട്ര സമൂഹത്തിന് തന്നെ വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. ലോക വ്യാപാരത്തിന്റെ, കപ്പൽ വ്യാപാരത്തിന്റെ 20% കടന്നു പോകുന്നത് ബാബൽ മന്ദേബ് കടലിടുക്ക് വഴിയാണ്. ആ കടലിടുക്കാണ് ചെങ്കടലിലേക്കുള്ള ഓപ്പൺ കടലുകളിൽ നിന്നും, അറബിക്കടൽ, ഇന്ത്യ മഹാസമുദ്രത്തിൽ നിന്നും ചെങ്കടലിലേക്കുള്ള പാത. ആ ഒരു കുപ്പിക്കഴുത്ത് നിയന്ത്രിക്കുന്ന ഹൂതികളെ തകർത്തില്ല എങ്കിൽ
അമേരിക്കൻസിനും യൂറോപ്യൻസിനും ഉൾപ്പെടെ ഈ ചരക്ക് നീക്കവും എണ്ണ നീക്കവും ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ ഒരു പദ്ധതിയാണ് ഈ യുദ്ധവുമായി ഹൂതികളെ ബ്രാക്കറ്റ് ചെയ്യേണ്ടത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആവശ്യമായി വരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ 5 റിബൽ ഗ്രൂപ്പുകളെയും അല്ലെങ്കിൽ ഇറാൻ അനുകൂല സംഘടനകളെയും തകർക്കുന്നതിനോടൊപ്പം തന്നെ ഭാവിയിൽ തീവ്ര വിഭാഗങ്ങളുടെ കയ്യിൽ ആയുധങ്ങൾ എത്താനുള്ള സാധ്യത സിറിയയിലുണ്ട്. അതുകൊണ്ടാണ് കംപ്ലീറ്റ്ലി മുച്ചൂടും ബോംബിട്ട് തകർക്കുകയാണ്. സിറിയയുടെ കൈവശമുള്ള അല്ലെങ്കിൽ അസദിന്റെ ആയുധപ്പുരയുടെ ഒരു 80 മുതൽ 90% വരെ ആയുധങ്ങളും ഒരു പക്ഷേ ഇപ്പോൾ ചാരമായി കഴിഞ്ഞു. പക്ഷേ അവശേഷിക്കുന്നതിന്റെ ഒരു ഭാഗം പടിഞ്ഞാറൻ സിറിയയിൽ, അതായത് മെഡിറ്ററേനിയൻ തീരത്തുള്ള ലത്താക്കിയ, അതുപോലെ 2-3 നഗരങ്ങളിൽ കേന്ദ്രീകരിക്കുകയാണ്. തുറമുഖ ടാർട്ടസ് പോലെയുള്ള നഗരങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ടാർട്ടസിന് നേരെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ അതിഭീകരമായ ഒരു ആക്രമണമാണ് ഉണ്ടായത്. ഒരുപക്ഷെ സമാനതകളില്ലാത്ത ഒരു ആക്രമണം. സിറിയയുടെ മണ്ണിൽ ഇസ്രായേൽ നാളിതുവരെ നടത്തിയിട്ടുള്ള ഏറ്റവും ശക്തമായ ആക്രമണം. സോയ്മോൻ സൂചിപ്പിച്ച റെക്ടർ സ്കെയിലിൽ സാധാരണ ഏറിയൽ ബൊംബാർഡ്മെന്റ് റെക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തപ്പെടാറില്ല. ഭൂമി പിളരുമ്പോഴാണ്, ഭൂമിക്ക് പ്രകമ്പം ഉണ്ടാകുമ്പോഴാണ് റെക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തപ്പെടുന്നത്. റെക്ടർ സ്കെയിൽ 3 അത് ചെറിയ ഭൂകമ്പം മാത്രമാണ്. പക്ഷേ ഏറിയൽ ബൊംബാർഡ്മെന്റിൽ റെക്ടർ സ്കെയിലിൽ 806 കിലോമീറ്റർ അകലെയുള്ള ടർക്കിയിൽ ഇരുന്നു കൊണ്ട് 3 രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അതിഭീകരമായ ആക്രമണം തന്നെയാണ് അവിടെ നടന്നത്. അതിനർത്ഥം എന്താണ്? പടിഞ്ഞാറൻ സിറിയയിലെ അവശേഷിക്കുന്ന ആയുധ ശേഖരം കൂടി അവസാനിപ്പിക്കുന്നത് വരെ യുദ്ധം തുടരാനാണ് സാധ്യത. അതിനിടയിൽ ചില പ്രസ്താവനകൾ വരും. HTSന്റെ ഭാഗത്ത് നിന്ന്, അബു മുഹമ്മദ് അൽ ചുലാനിയുടെ ഭാഗത്ത് നിന്ന് ഉറപ്പായും പ്രസ്താവനകൾ വരും. അത് ആവശ്യമാണ്. കാരണം ഇപ്പോൾ ഇസ്രായേൽ അവിടെ കയറി ഇറങ്ങി മേയുകയാണ്. അതങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ സിറിയയുടെ പുതിയ ഭരണാധികാരികൾക്ക് കഴിയില്ല. അറബ് ലോകം ആകെ അമ്പരം നിൽക്കുകയാണ്. കാരണം അറബ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ബഷർ അൽ അസദ് മാറി ഒരു പുതിയ ഭരണകൂടം വരുമ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള ശാന്തത അവർ പ്രതീക്ഷിച്ചു. പക്ഷേ ഇവരെ കഴിച്ചിട്ടിറക്കാനും വയ്യ, മതിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന നിലയിലാണ് അറബ് ലോകം. അതുകൊണ്ട് ആകെ അമ്പരപ്പിലാണ് അറബ് ലോകം. ആകെ പകച്ചു നിൽക്കുകയാണ് അൽ ജുലാനിയും. അതുകൊണ്ട് ഇസ്രായേൽ ഇത്രയും ദീർഘമായ രീതിയിൽ ഇത്രയും തീവ്രമായി സിറിയയ്ക്കെതിരെ ആഞ്ഞടിക്കുമെന്ന് പ്രതീക്ഷിക്കാനാവില്ലായിരുന്നു. അതേസമയം ഹൂതികൾക്കെതിരെ ഒരു ഫൈനൽ അസോൾട്ട് ഉണ്ടാകുമെന്നത് തീർച്ചയായും മുൻകൂട്ടി തന്നെ അറിയാവുന്ന കാര്യവുമായിരുന്നു. രസകരമായ ചില സംഭവ വിശേഷങ്ങൾ. ഒന്ന്, ഈ ടാർട്ടസ് കേന്ദ്രീകരിച്ച് അതിശക്തമായ ആക്രമണം ഇസ്രായേൽ തൊടുത്തതിന് തൊട്ടു പിന്നാലെ ഇന്നലെ റഷ്യൻ സേന ടാർട്ടസ് നിന്നുള്ള തങ്ങളുടെ അവശേഷിക്കുന്ന സേനാ വിഭാഗങ്ങളെ പൂർണ്ണമായി ഒഴിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ കാർഗോ വിമാനം റഷ്യയുടെ പക്കലാണ്. ആ വലിയ കാർഗോ വിമാനം ഇപ്പോൾ അവരുടെ വ്യോമ കേന്ദ്രത്തിലെത്തി. അവിടെ അവശേഷിക്കുന്ന സൈനികരെയും പോർ വിമാനങ്ങളും ഒക്കെ ലോഡ് ചെയ്യുന്ന തിരക്കിലാണ് എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ എഴുതുന്നു. അപ്പോൾ ഇസ്രായേൽ ചിലതൊക്കെ ലക്ഷ്യം വെച്ചാണ് ടാർട്ടസ് ലതാഖ്യ മേഖല കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയത് എന്ന് വ്യക്തമല്ലേ? ശ്രീ സോയ്മോൻ, വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതരുത് എന്നൊരു പ്രമാണമുണ്ട്. റഷ്യൻസിനറിയാം, വ്ളാഡിമിർ പുടിന് നന്നായി അറിയാം, ഈ ബുൾറിങ്ങിലെ ഒരു ഒഴിഞ്ഞുമാറലുണ്ട്. ഈ പോത്ത് വരുമ്പോൾ ചുവന്ന തുണിയുമായി നിൽക്കുന്ന അഭ്യാസി പെട്ടെന്ന് ഒഴിഞ്ഞു മാറുന്ന ആ ഒരു മെയ്വഴക്കത്തോടു കൂടി തന്നെയാണ് ഇസ്രായേലിന്റെ ബോംബാക്രമണം. റഷ്യൻ കേന്ദ്രങ്ങളെ ആക്രമിച്ചിട്ടില്ല എന്ന് ഓർക്കണം. സിറിയയിലെ റഷ്യൻ കേന്ദ്രങ്ങളിൽ, നാവിക താവളങ്ങളിൽ ഒരു ബോംബ് പോലും വീണില്ല എന്ന് ഓർക്കണം. അതേസമയം അസദിന്റെ കയ്യിലുണ്ടായിരുന്ന ചുറ്റും മുച്ചൂടും ചുട്ടുകളഞ്ഞു. പക്ഷേ അബദ്ധത്തിനെങ്ങാനും ഒരു റഷ്യൻ കപ്പലിന് നേരെ, ഒരു റഷ്യൻ വ്യോമതാവളത്തിന് നേരെ ആക്രമണം ഉണ്ടായാൽ പുടിന് പ്രതികരിക്കേണ്ടി വരും. പ്രതികരിക്കേണ്ടി വരും. അത് ആഗ്രഹിക്കുന്നില്ല. അത്യാവശ്യം പ്രശ്നങ്ങൾ അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഉക്രൈൻ വിഷയമൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഇസ്രയേലിനെ മറുപക്ഷത്ത് നിർത്താനും യുദ്ധത്തിൽ ഏർപ്പെടാനും റഷ്യ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് 2 ഓപ്ഷൻസ് ആണ് റഷ്യയുടെ മുമ്പിൽ ഉള്ളത്. ഈ 2 ഓപ്ഷൻസിൽ ഒന്ന് ഉപയോഗിച്ചില്ല. ആ ഓപ്ഷൻ എന്ന് പറയുന്നത് അസദിനെ എന്ത് വില കൊടുത്തും താങ്ങി നിർത്തുക. ബുദ്ധിപൂർവ്വം നടക്കില്ല, ഒരുപക്ഷെ നടക്കില്ല എന്ന് വന്നതുകൊണ്ടാണ് റഷ്യ സംയമനം പാലിച്ചു. റഷ്യൻ ആർമി ബാരക്കുകളിൽ തന്നെ നിന്നു. സിറിയൻ മണ്ണിലുള്ള റഷ്യൻ ആർമി അവരവരുടെ ബാരക്കുകളിൽ തന്നെ നിന്നു. അതൊന്ന്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് തന്ത്രപരമായ ഒരു പിന്മാറുന്നതിനോടൊപ്പം തന്നെ പൂർണ്ണ സൈന്യങ്ങളെ പിൻവലിക്കാതെ സമാന്തരമായി പുതിയ ഭരണകൂടവുമായി ഒരു സമരസപ്പെട്ട് പോകാനൊക്കുമോ എന്ന ഒരു ഡിപ്ലോമാറ്റിക് മെനുവർ, 2 ട്രാക്ക്
ആണ്. ഒന്ന്, പിൻവലിക്കാനുള്ള സന്നദ്ധത അറിയിക്കുകയും ആരെയും പ്രകോപിപ്പിക്കാതെ. രണ്ട്, പുതിയ ഭരണകൂടവുമായി എങ്ങനെ യോജിച്ച് പ്രവർത്തിക്കാം. കാരണം റഷ്യൻസ് ഹവ് ഇൻവെസ്റ്റഡ് ഹെവിലി ഇൻ സിറിയ. ബാത്ത് കാലഘട്ടം മുതൽ നൂറ്റാണ്ടിൽ കൂടി ബഷർ അൽ അസദിന്റെ കാലം മുതലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് ഹഫീസ് അൽ അസദിന്റെ കാലം മുതലുള്ള റഷ്യൻ കണക്ഷൻ ആണ്. ആ ഒരു കണക്ഷൻ പെട്ടെന്നൊരു ഭരണമാറ്റം വരുമ്പോൾ അത് കടയാനാവില്ല. അതുമല്ല, കാരണം റഷ്യയെ സംബന്ധിച്ചിടത്തോളം മെഡിറ്ററേനിയൻ തീരത്തൊരു സാന്നിധ്യം അത്യാവശ്യമാണ്. ഏക സാന്നിധ്യമാണ്, അവശേഷിക്കുന്ന ഏക സാന്നിധ്യമാണ് ഇപ്പോഴത്തെ പടിഞ്ഞാറൻ സിറിയ. അവിടുത്തെ റഷ്യൻ താവളം നഷ്ടപ്പെടുന്നു എങ്കിൽ റഷ്യൻ കപ്പലുകളുടെ വിഹാരരംഗം മഞ്ഞുറഞ്ഞു കിടക്കുന്ന വടക്കൻ കടലുകൾ മാത്രമാകും. മെഡിറ്ററേനിയൻ കടലിലുള്ള അവരുടെ ഒരു സുരക്ഷാ പോയിന്റ് ആയിരുന്നു ആക്സസ് ടു വാം വാട്ടർ പോർട്ട്സ് എന്ന് പറയും. മെഡിറ്ററേനിയൻ കടലിലൂടെ ലോക ജലാശയങ്ങളിലേക്കുള്ള വൻ കടലുകളിലേക്കുള്ള റഷ്യയുടെ സുഗമമായ നാവിക നീക്കത്തിന് ഒരു ഹബ്ബായി ഉപയോഗിച്ചിരുന്നത് സിറിയൻ താവളങ്ങളെയാണ്. ഇന്ന് വലിയൊരു ചതിയുടെ കഥ CNN പുറത്തുവിട്ടിരിക്കുന്നു. അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് അലപ്പോ നഗരം പിന്നിട്ട് STS മുന്നേറുമ്പോൾ മറുവശത്ത് തുർക്കിയുമായി റഷ്യ ചില നീക്കുപോക്കുകൾ നടത്തി. റഷ്യ മുന്നോട്ട് വെച്ചത് അവരുടെ സൈന്യത്തിന് കേടുപാട്, സൈനിക വിഭാഗങ്ങൾക്ക് അപകടമുണ്ടാവരുത്, കേടുപാടുകൾ ഉണ്ടാകരുത്, അസദിനെ സുരക്ഷിതമായി രാജ്യത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ അനുവദിക്കണം, പൂർണ്ണമായി വിമതസേനയുടെ കയ്യിൽ സിറിയ ദമാസ്കസ് പതിച്ചാലും റഷ്യയുടെ വ്യോമ നാവിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തരുത്. ഇത്തരമൊരു ഫോർമുലയുടെ ഭാഗമായിരുന്നു പിന്നീട് ലഡാക്കിയയിലേക്ക് അസദിനെ റഷ്യൻ വ്യോമസേനയുടെ സഹായത്തോടെ എത്തിക്കുകയും അസദിന്റെ ഭാര്യയും കുട്ടികളെയും മറ്റൊരു വിമാനത്തിൽ ദമാസ്കസിൽ നിന്ന് ലഡാക്കിയയിൽ എത്തിക്കുകയും അവിടെ നിന്ന് റഷ്യയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത ഒരു പദ്ധതി. കൂടുതൽ വിശദീകരണവും അവർ നൽകുന്നു. CNN പറയുന്ന അനുസരിച്ച് അസദിന്റെ ഭാര്യയും കുട്ടികളും ഒക്കെ ഉൾപ്പെടുന്ന കുടുംബം സ്റ്റവിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ എടുത്തു വെക്കാൻ സമയം പോലും ലഭിക്കാതെ അവിടെ നിന്ന് പെട്ടെന്ന് ഓടിപ്പോവേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലെത്തിയെന്ന്. അങ്ങനെ നോക്കുമ്പോൾ പൂർണ്ണമായും റഷ്യ കൈവിടുക മാത്രമല്ല, അസദിനെ ചതിക്കുക കൂടിയല്ലേ ചെയ്തിരിക്കുന്നത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി. ഇവിടെ അത് വളരെ ദുരൂഹമായ ഒരു കാര്യമാണ്. നോക്കൂ, ഈ ലഡാക്കിയ എന്ന് പറയുന്നത് പടിഞ്ഞാറൻ സിറിയയിലെ ഒരു തുറമുഖ, അലവൈറ്റ്സ് ഉള്ള ഹാഫീസ് അൽ അസദിന്റെയും ബാഷർ അൽ അസദിന്റെയും വംശീയ വിഭാഗമായ ഷിയ വിഭാഗമായ അലവികൾക്ക് മൃഗീയമായ ഭൂരിപക്ഷമുള്ള ഒരു പ്രവിശ്യയാണ് ഈ പറയുന്ന പടിഞ്ഞാറൻ സിറിയയിലെ ആ തീരദേശ മേഖല. ആ മേഖലയിലാണ് റഷ്യയുടെ സൈനിക താവളവും വ്യോമതാവളവും സിറിയൻ എയർഫോഴ്സിന്റെ വലിയ താവളവും എല്ലാം ഉള്ള കണ്ണായ സ്ഥലമാണ്. അത് സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് ആണ്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, മെഡിറ്ററേനിയൻ കടലിൽ നിന്നുള്ള ആക്രമണങ്ങൾ സിറിയയ്ക്ക് തടുക്കേണ്ടതുണ്ട് അല്ലേ, അത് തടുക്കേണ്ടതുണ്ട്. രണ്ട്, ഡമാസ്കസിൽ നിന്നും വളരെ അകലെയുള്ള ഒരു സ്ഥലമാണ്. അപ്പം ഡമാസ്കസ് ആണ് പവർ സെന്റർ എന്ന് തോന്നാമെങ്കിലും ഇസ്രയേലുമായി ഒരു അൺകംഫർട്ടബിളി ക്ലോസ് ഒരു സ്ഥലമാണ് ഡമാസ്കസ്. അതേസമയം കുറച്ചുകൂടെ ലെബനനും കൂടെ കഴിഞ്ഞ് വടക്കുള്ള സ്ഥലമാണ് സിറിയയുടെ പടിഞ്ഞാറൻ മണ്ണ്. അവിടേക്കാണ് അസദിനെ ഒഴിപ്പിച്ചു കൊണ്ടുപോകാനുള്ള പ്ലാൻ എ എന്ന് പറയുന്നത്. ബാഷർ അൽ അസദിനെ ഒഴിയേണ്ടി വരുമ്പോൾ ദമാസ്കസിൽ നിന്നും ആ ഭാഗത്തേക്കുള്ള പാത ഒരുപക്ഷെ സുഗമമാകും എന്ന ഒരു ചിന്തയാണ്. പക്ഷെ ആ പാത കട്ട് ചെയ്ത സ്ഥിതിക്ക് അത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെ ഒക്കെ നിയന്ത്രണത്തിലായിപ്പോയി, അല്ലെങ്കിൽ വിമത ആർമിയുടെ നിയന്ത്രണത്തിലായിപ്പോയി. അപ്പോൾ എയർഫോഴ്സ് ആദ്യം വിമാനം പറന്നത്, അസദിനെ വഹിക്കുന്ന വിമാനം ഡമാസ്കസിൽ നിന്നും പറന്നത് ലഡാക്കിയ മേഖല കേന്ദ്രത്തിലേക്കാണ്. പെട്ടെന്ന് വിമാനം യൂടേൺ എടുക്കുന്നതായിട്ട് കണ്ടതായിട്ടാണ് റഡാർ ചിത്രങ്ങൾ. പിന്നീട് റഷ്യൻ വിമാനത്തിലായിരുന്നു യാത്ര. അതാണ് റഡാറിൽ പ്രത്യക്ഷപ്പെടാത്തത്. ഈ വിമാനം അവിടെ വെച്ച് തന്നെ അവിടെ വെച്ച് അപ്രത്യക്ഷമാകുന്നു. അടുത്ത വിമാനത്തിൽ റഷ്യയിലേക്കുള്ള പലായനത്തിലാണ്. യഥാർത്ഥത്തിൽ നേരിട്ട് റഷ്യക്ക് പോയി എന്നതല്ല സത്യം. ഈ ടേക്കൺ ഡിറ്റൂർ ത്രൂ ലഡാക്കിയ. ആ ഒരു പ്രദേശത്ത് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നിരിക്കണം. ഒരുപക്ഷെ ആ ഭാഗം, അലവികളുടെ കൺട്രോളിലുള്ള ആ ഭാഗം കേന്ദ്രീകരിച്ച് ഒരു റെസിസ്റ്റൻസ് എന്ന ആദ്യ ആശയം അത് നടപ്പായതേയില്ല. ആ പ്ലാൻ എ പൂർണ്ണമായും പരാജയപ്പെട്ടത് കൊണ്ടാണ് പ്ലാൻ ബിയിലേക്കും സിയിലേക്കും നീങ്ങുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് പടിഞ്ഞാറൻ സിറിയ കേന്ദ്രീകരിച്ച് ഒരുപക്ഷെ പുതിയ നീക്കങ്ങൾ നടക്കാനുള്ള എല്ലാ സാധ്യതയും. തന്ത്രപരമായ നീക്കമായിരുന്നു അസദിന്റെ. കാരണം അസദ് തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയോട് പിറ്റേന്ന് ഞായറാഴ്ച രാവിലെ ഒരു പ്രസ് കോൺഫറൻസിനുള്ള നോട്ട് തയ്യാറാക്കാൻ എത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. മാധ്യമ പ്രവർത്തകരോട് പ്രസ് ബ്രീഫിങ്ങിനായി എത്തണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും തയ്യാറായി പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ എത്തുമ്പോൾ അസദിനെ അവിടെ കാണാൻ ഒരു കാമഫ്ലാഷ് ആയിരുന്നു. ഒരു യുദ്ധത്തിലെ ഒരു നിർണായകമായ ഒരു മെനുവറാണ്. പൊതുവെ ഒരു പ്രോപ്പഗാൻഡ കൊടുക്കുക, ഇങ്ങനെയാണ് ഇന്നത്തെ ദിവസത്തെ ഐറ്റിനറി,
എന്നിട്ട് അതിൽ നിന്നും തികച്ചും വിരുദ്ധമായി അത് ഇടത്തോട്ട് ഇൻഡിക്കേറ്റ് ഇട്ടിട്ട് വലത്തോട്ട് തിരിയുന്നത് മാതിരിയാണ്. പ്രധാനമന്ത്രി ഫോണിൽ തലേദിവസം വൈകിട്ട് വരെ വിളിച്ചിരുന്നു. പക്ഷെ പിറ്റേന്ന് അസദിന്റെ ഒരുവിധ പ്രോഗ്രാമിനെ കുറിച്ചുള്ള വിവരവും ആർക്കും ഔദ്യോഗിക തലത്തിൽ മുൻകൂട്ടി തന്നെ ഇത് അറിഞ്ഞിരുന്നു. $250 ബില്യൺ നേരത്തെ തന്നെ $250 ബില്യൺ നേരത്തെ തന്നെ മോസ്കോയിലേക്ക് കടത്തിയെന്നും അവിടെ വേണ്ടത്ര സ്വത്ത് ആർജിച്ചുവെന്നും. വെറുതെ ഇലക്ട്രോണിക്കലി കടത്തുകയല്ല, നോട്ട് കെട്ടുകളായിട്ട് അമേരിക്കൻ ഡോളറിന്റെ യൂറോയും ഡോളറുമായി റഷ്യയിലേക്ക് കടത്തി വലിയ പാർപ്പിട സമുച്ചയങ്ങളും കെട്ടിടങ്ങളും വാങ്ങിയെടുത്ത് അസദ് ഭാവി ജീവിതം പുടിൻ ഉള്ളിടത്തോളം കാലം അത് എത്രത്തോളം കാലം എന്നറിയില്ല, പുടിൻ അവിടെ മോസ്കോയിൽ ഉള്ളിടത്തോളം കാലം അസദിന് അവിടെ കുടുംബത്തിനും. ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ആദ്യം ഈ അസദ് അസൈലം ചോദിച്ചത് UAE-യോടാണ്. UAE പക്ഷെ അത് നിഷേധിച്ചു. കാരണം അമേരിക്കൻ ഇസ്രയേൽ നീക്കങ്ങളിൽ ഭയന്നായിരിക്കണം UAE അത്തരം ഒരു ആവശ്യം നിരാകരിക്കുകയായിരുന്നു. പിന്നീട് ഗൾഫ് രാജ്യങ്ങളുമായി ഇത്തരം ഒരു അഭയം ചോദിക്കാൻ അസദ് നിന്നില്ല, നേരെ റഷ്യയുമായി നീക്കുവെപ്പുണ്ടായി. ഒട്ടകത്തിന് മൂക്ക് വെക്കാനുള്ള സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ മുതുക് വെക്കും, മുഴുവൻ പോകും. ഏത് അറബികൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം UAE കാര്യം ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഡോണ്ട് ബ്രിങ് സംബഡി ലൈക്ക് ദലൈലാമ ടു ഇന്ത്യ എന്ന് ഇന്ത്യയോട് പലരും പറഞ്ഞതാണ്. പക്ഷെ നെഹ്റു അത് കേട്ടില്ല. ദലൈലാമയ്ക്ക് ഇന്ത്യ അഭയം കൊടുത്തതാണ് ഒരുപക്ഷെ ചൈനയെ പ്രകോപിപ്പിച്ചത്. അതുകൊണ്ട് സ്വാഭാവികമായി ഈ അസദിന് അഭയം കൊടുക്കുന്ന രാജ്യം മറ്റ് പലരാൽ പ്രകോപിപ്പിക്കപ്പെടും. ഇതറിയാവുന്നത് കൊണ്ട് അതില്ല. പിന്നെ ഇറാൻ ആയിരുന്നു പിന്നത്തെ കേന്ദ്രം. ഇറാൻ സുരക്ഷിതമല്ല, ഒരിക്കലും സുരക്ഷിതമല്ല എന്ന തിരിച്ചറിവുണ്ട്. ഇറാൻ സ്വാഭാവിക കേന്ദ്രമാണ്. പക്ഷെ ഇറാനിൽ തന്നെ ഒരു ഭരണമാറ്റം ഏത് നിമിഷവും സംഭവിക്കാം, ആഭ്യന്തര കലഹം ഉണ്ടാകാം. പക്ഷെ റഷ്യയാണ് ഇന്നത്തെ നിലയിൽ കുറച്ചുകൂടി സുരക്ഷിതം. ഇവിടെ അസദിനെ ചതിക്കുകയായിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. പക്ഷെ അസദിനെ അവർ സ്വീകരിച്ചു. അതേസമയം അസദിനെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ ഭരണകൂടവുമായി എങ്ങനെ സമരസപ്പെടാം എന്ന പോസിറ്റീവ് ചിന്തയിൽ തന്നെയാണ് റഷ്യ. കാരണം റഷ്യ തീരെ നമ്മൾ വിചാരിക്കുന്ന പോലെ വ്ളാഡിമിർ പുടിൻ യുദ്ധക്കുതിയൻ മാത്രമല്ല, വേണ്ട സമയത്ത് ഒതുങ്ങി നിൽക്കാനും കീഴാള രൂപത്തിൽ തന്നെ നിന്ന് വാമന രൂപത്തിൽ നിന്നുകൊണ്ട് പിന്നീട് വളരാമെന്ന ഒരു തന്ത്രം റഷ്യക്ക് ഉള്ളത് കൊണ്ടാണ് റഷ്യൻ പ്രസിഡന്റ് അങ്ങനെ ഒരു തന്ത്രം. അല്ലാതെ അസദിനെ ജീവൻ രക്ഷിക്കണമെങ്കിൽ മോസ്കോയിലേക്ക് പോയില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടുക. അപ്പോൾ ഫലത്തില് സിറിയൻ മണ്ണിൽ ഇറാന് സ്ഥാനമില്ല, റഷ്യക്ക് സ്ഥാനമില്ല എന്ന് അൽ-ജുലാനി ഈ കഴിഞ്ഞ ദിവസവും പ്രഖ്യാപിച്ചിരുന്നു. അത് അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മറുവശത്ത് ഇസ്രയേൽ സിറിയയിലെ അസദിന്റെ ആയുധപ്പുരകളൊക്കെ കത്തിച്ചു. പിന്നീട് ഇസ്രയേലിൽ നിന്ന് നമ്മൾ കേട്ടത് ഇറാൻ ആക്രമിക്കുമെന്ന സൂചനകളായിരുന്നു. കാരണം ട്രംപ് ടീം ഇറാനെ എങ്ങനെ ആക്രമിക്കണം എന്ന പദ്ധതി തയ്യാറാക്കാൻ ഒരു പ്രത്യേക ടീമിനെ കഴിഞ്ഞ ആഴ്ച നിയോഗിച്ചിരുന്നു. പക്ഷെ അപ്രതീക്ഷിതമായി ഹൂതികൾക്ക് നേരെ തിരിയുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഇറാനെ ആത്യന്തിക ലക്ഷ്യമാക്കി കണ്ടുകൊണ്ട് അതിനു മുമ്പ് പ്രോക്സികളെ ഒക്കെ നിലംപരിശാക്കുക, അതാണോ ഇനി ഇത് ട്രംപ് കൂടി അണിയറയിൽ അണിയിച്ചൊരുക്കുന്ന ഒരു തന്ത്രമാണോ? ഇതൊരു കോംപ്രിഹെൻസീവ് സമഗ്ര പദ്ധതിയുടെ ഭാഗമാണ്. അതായത് ഇറാൻ എന്ന് പറയുന്നത് ഇറാൻ എന്ന ജിയോഗ്രാഫിക് എൻറ്റിറ്റി മാത്രമല്ല, അതോടൊപ്പമുള്ള പ്രോക്സീസിനെയും കൂടെ ചേർത്ത് ഒരു സമഗ്ര പദ്ധതിയുടെ ഭാഗമായിട്ട് മാത്രമേ ഇറാനെ തളയ്ക്കാനാവൂ എന്ന ടെലവീവ് ന്യൂയോർക്ക് ആക്സിസിന്റെ പദ്ധതി. ആ പദ്ധതിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഹൂതികൾക്കെതിരെയുള്ള ആക്രമണം എന്ന് പറയുന്നത് വളരെ തന്ത്രപ്രധാനമായ ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഹമാസും ഹിസ്ബുള്ളയും ഒന്നും അമേരിക്കയ്ക്ക് നേരിട്ട് വെല്ലുവിളി ഉയർത്തുന്ന കക്ഷികളല്ല. അവർക്ക് ഇസ്രായേലിന്റെ അസ്തിത്വത്തെ ഒരുപക്ഷെ ബാധിക്കും. പക്ഷേ ഹൂതികൾ അങ്ങനെയല്ല. ഹൂതികളെ പരാജയപ്പെടുത്താൻ ഒരു പ്രിടെക്സ്റ്റ് ആവശ്യമാണ്. ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ഈ ടൈമിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ സമാധാന ഉടമ്പടിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഇറാനെയും അല്ലെങ്കിൽ ഇപ്പോൾ ഇറാനിൽ നിന്നും മോസ്കോയിൽ നിന്നും രണ്ട് സ്ഥലങ്ങളിൽ നിന്നും സഹായം ലഭിക്കാനുള്ള സാധ്യത ചുരുക്കമാണ് അല്ലെ? ചുരുക്കമാണ്. ഈ നിമിഷം ആ ഭാഗം ഹൂതികൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഒരു രീതിയിലും ഇറാനിയൻ നേവൽ പ്രസൻസ് വലിയ തോതിൽ അവിടെ ഉണ്ടാവില്ല. അപ്പം ബാക്കപ്പ് ഉണ്ടാവില്ല, റീപ്ലെനിഷ്മെന്റ് ഉണ്ടാവില്ല. ഹൂതികളെ ചോക്ക് ചെയ്യാൻ എളുപ്പമാണ്. കാരണം ഹൂതികൾക്കുള്ള സപ്ലൈ ആ ഭാഗം അമേരിക്കൻ വെസൽസ്, ബ്രിട്ടീഷ്, ലഡാക്കിയ ടാർട്ടസ് ഒക്കെ ഇപ്പോൾ നഷ്ടപ്പെട്ടു. അപ്പം ആയുധങ്ങൾ സിറിയ വഴി അസദിന്റെ കെറോഫിൽ ലാൻഡിലൂടെ ആയുധങ്ങൾ കടത്തിക്കൊണ്ടുവരാനാവില്ല. അപ്പം മെഡിറ്ററേനിയൻ തീരത്ത് ആയുധങ്ങൾ എത്തണം. ആയുധങ്ങൾ എത്തിയെങ്കിൽ മാത്രമേ സിറിയൻ സൈന്യത്തിനും അതുപോലെ സിറിയയുടെ പടിഞ്ഞാറൻ മണ്ണിലെ മിലീഷ്യകൾക്കും എല്ലാം തന്നെ അലവികൾക്കും എല്ലാം തന്നെ സപ്ലൈ എത്തുന്നത് ഒന്നുകിൽ സിറിയയുടെ
മണ്ണിലൂടെയാണ് അല്ലെങ്കിൽ കടലിലൂടെയാണ്. നഈം ഖാസിം കഴിഞ്ഞ ദിവസം ഇക്കാര്യം പറയുകയും ചെയ്തു. കാരണം പൂർണ്ണമായും ഞങ്ങളുടെ സപ്ലൈ ചെയിൻ കട്ട് ഓഫ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് യുദ്ധത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളാണ് സപ്ലൈ ചെയിൻ കട്ട് ചെയ്യുക. കുറെ ബോംബിട്ട് തകർത്ത് കഴിഞ്ഞാൽ പോലും ഈ ആയുധങ്ങളും മറ്റു കാര്യങ്ങളും ഫുഡ് ഉൾപ്പെടെ, പിന്നെ ജലം ഉൾപ്പെടെ, ഫുഡ് ഉൾപ്പെടെ കാര്യങ്ങൾ കടന്നു വരാനുള്ള പാതകൾ തകർത്ത് കളയുക. ഇസ്രായേൽ അത് തന്നെയാണ് ചെയ്തത്. ഇസ്രായേൽ എന്ന് പറയുന്നത് ആയുധപ്പുര മാത്രമല്ല നശിപ്പിച്ചത്, സിറിയയിൽ നിന്നും ലെബനനിലേക്ക് വരേണ്ട പാതകൾ, പ്രധാന പാതകൾ എല്ലാം തന്നെ ആദ്യം തന്നെ ബോംബ് ചെയ്തു. അതുകൊണ്ടാണ് ദ ലിങ്ക് ബിറ്റ്വീൻ ഡമാസ്കസ് ആൻഡ് ബെയ്റൂട്ട് അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അവിടം കൺട്രോൾ ചെയ്യുന്നത് ആരോ, അവർ ഈ രണ്ട് രാജ്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്നുള്ളതാണ്. ഇസ്രായേൽ അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ചുരുക്കത്തിൽ ഇസ്രായേലിന്റെ ഒരു വിജയം എന്ന് നമുക്ക് പൂർണ്ണമായും പറഞ്ഞു വെക്കാം. മറ്റൊന്ന്, ഗോലാൻ കുന്നുകളിൽ അവർ അധീശത്വം ഉറപ്പിച്ച് അങ്ങനെ പറയാനാവില്ല. അങ്ങനെ പറയാൻ ഇസ്രായേലിന്റെ പൂർണ്ണ വിജയം ആയിട്ടില്ല. ഇസ്രായേലിന്റെ പൂർണ്ണ വിജയം എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയാനാവില്ല. കാരണം ഈ പുള്ളിപ്പുലിയുടെ തോല് മായില്ല എന്ന ഒരു ഓൾഡ് അഡേജ് അത് HTSന്റെ കാര്യത്തിൽ വളരെ നിർണായകമാണ്. HTS ഇസ്രായേലിനെതിരെ തിരിഞ്ഞാൽ ഇസ്രായേലിന് വേദനിക്കില്ല, പക്ഷേ ശാശ്വത സമാധാനം ഉണ്ടാവില്ല. പക്ഷെ അത് കണക്കൂട്ടി തന്നെയല്ലേ ഇപ്പോൾ സിറിയയുടെ മേഖലയിൽ കടന്ന രൂക്ഷമായ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുന്നത്. പക്ഷെ അതിനും ഒരു മറുവശമുണ്ട്. ഗോലാൻ കുന്നുകളിൽ ഇന്നലെ കണ്ട കാഴ്ചകൾ പൊതുവെ ഇസ്രായേൽ മാധ്യമങ്ങളാണ് വലിയ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കുന്നത്. ഗോലാൻ കുന്നുകളിലെ ദ്രൂസ് കമ്മ്യൂണിറ്റി നേരത്തെ ഇസ്രായേൽ പൗരന്മാരായി ഒരുപാട് പേർ മാറിയിരുന്നു. അവർ വീണ്ടും ഇസ്രായേലികളാകാനുള്ള ആഗ്രഹം കൂട്ടത്തോടെ പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഇസ്രായേൽ തന്നെ പുറത്തുവിടുന്നു. മറുവശത്ത് അവിടെയുള്ള വിമത സഖ്യം, HTS അല്ല, ആ പ്രദേശത്തെ ശക്തരായിരുന്ന അറബ് സിറിയൻ ഫോഴ്സ്, അവര് ഇപ്പോൾ ഇസ്രായേലി സൈനികർക്ക് മുന്നിൽ കീഴടങ്ങുന്ന തലത്തിൽ എത്തി നിൽക്കുന്നു. അസദ് ഭരണകൂടത്തിന്റെ അവശേഷിക്കുന്ന ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ ഇസ്രായേലിന്റെ IDFന് കൈമാറുന്ന ദൃശ്യങ്ങളടക്കം ഇസ്രായേൽ പുറത്തുവിടുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഗോലാൻ കുന്നുകളുടെ പൂർണ്ണ നിയന്ത്രണം ജനങ്ങളുടെ ആഗ്രഹത്തോടെ, അവരുടെ അനുവാദത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന തലത്തിലാണ് ഇസ്രായേൽ ഇപ്പോൾ പ്രചരണം നടത്തുന്നത്. 16,000 ചതുരശ്ര കിലോമീറ്റർ ആണ് ഗോലാൻ കുന്നിന്റെ മൊത്തത്തിലുള്ള വിസ്തൃതി. അതിൽ 2/3 ഓൾറെഡി ഇസ്രായേലിന്റെ കൈവശമാണ്. ഇപ്പോൾ കൈവശപ്പെടുത്തിയ ബാക്കി 1/3. അതോടൊപ്പം തന്നെ ബഫർ സോണും. ഇവിടെ എല്ലാം ഒരുമാതിരി ഊഷരഭൂമിയാണ്. കല്ലുകൾ, പാറക്കെട്ടുകൾ ചിതറി കിടക്കുകയാണ്. ഉയർന്ന നിലം, പീഠഭൂമി പോലെയാണ്. ഫലഭൂഷ്ടമായ മണ്ണാണ്. അഗ്നിപർവ്വതങ്ങൾ ഉറഞ്ഞ് വന്ന ലാവാ പ്രവാഹത്തിൽ ആപ്പിൾ ചെറിയൊക്കെ ഉണ്ടാകുന്ന മണ്ണാണ്. അതുകൊണ്ട് തീർച്ചയായും ഇസ്രായേലിന്റെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ആ പ്രദേശത്തെ വാസയോഗ്യവും ഫലഭൂഷ്ടവുമായി മാറ്റിയെടുക്കാൻ സാധിക്കും. ഇസ്രായേൽ പദ്ധതി ഇട്ടിരിക്കുന്ന 1 ലക്ഷം ജനസംഖ്യ ഇപ്പോൾ ഉള്ളത് 2 ലക്ഷം പേരെ കൂടുതലായി അധിവസിപ്പിക്കാനുള്ള നീക്കമാണ്. ഇവിടെ ഡ്രൂസ് എന്ന് പറയുന്ന വിഭാഗം നഗരങ്ങളിൽ നിന്നും മാറി താമസിക്കുന്ന, ശാന്തമായി താമസിക്കുന്ന, ഒന്നുകിൽ അബോറിജിനൽ പീപ്പിൾ ആണ്. അവർ ബെഡോയിൻസ് എന്ന് കൃത്യമായി പറയാനാവില്ല എങ്കിൽ പോലും അവർ അബോറിജിനൽ ആളുകളാണ്. അവര് ദേ വോണ്ട് ടു ബി ലെഫ്റ്റ് അലോൺ. പക്ഷെ അവരെ അധിവസിപ്പിക്കുക വഴി അവരുടെ ഗുഡ്വില്ല് നേടിയെടുത്തതിന് ശേഷം ഇസ്രായേലി പൗരന്മാരെ, മെയിൻലൻഡ് ഇസ്രായേലിൽ നിന്നുള്ള പൗരന്മാരെ, ഇസ്രായേലി ജൂതന്മാരെ ആ ഭാഗത്തേക്ക് ഇവഞ്ച്വലി കുടിയേറി താമസിക്കാൻ സംഭവിച്ചത് അതേ സെറ്റിൽമെന്റ് പോളിസിയാണ്. സെറ്റിൽമെന്റ് പോളിസി എന്നാണ് ഇത്. മറ്റൊരു ദീർഘകാലം നീണ്ടു നിൽക്കുന്ന മറ്റൊരു കോൺഫ്ലിക്റ്റിന് തുടക്കം കുറിക്കുന്ന സംഭവമായിരിക്കും. അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മേൽക്കൈ ഇസ്രായേലിനാണ്. ഇസ്രായേൽ അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷെ പൂർണ്ണമായ സമാധാനം അവിടെ ഈ പോളിസി കൊണ്ട് മാത്രം കൈവരുമെന്ന് കാണാനാവില്ല. മൗണ്ട് ഹെർമോൺ ഇപ്പോൾ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. തങ്ങൾ പിടിച്ചെടുത്ത ഈ പ്രദേശങ്ങളുടെ നിയന്ത്രണം എക്കാലവും ഇസ്രായേലിന്റെ കൈവശമായിരിക്കും. ഇത് ചരിത്രപരമായ ഒരു നീക്കമാണ് എന്ന് ഇസ്രായേൽ വിശേഷിപ്പിക്കുന്നു. ഒരിക്കൽ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ 1967 6 ഡേ യുദ്ധത്തിൽ, 6 ദിന യുദ്ധത്തിൽ പിടിച്ചെടുത്ത ഭാഗം മാത്രമാണ് അത്. ഗോലാൻ കുന്നുകൾ തിരിച്ചു കൊടുത്തില്ല എന്ന് ഓർക്കണം സിറിയയുടെ. പക്ഷേ സൈനായ് മരുഭൂമി തിരിച്ചു കൊടുത്തു. ഈജിപ്ഷ്യൻ സൈനായ് രജീവ് നിലനിർത്തി സൈനായ് മരുഭൂമി പിടിച്ചെടുത്തു. സമാധാന കരാറിന് വേണ്ടി ഇസ്രായേൽ വിട്ടുവീഴ്ച ചെയ്തതാണ്. വിട്ടുവീഴ്ച അത് ഇസ്രായേലിന്റെ അവസാന വിട്ടുവീഴ്ചയാണ്. 73 യോം കിപ്പൂർ യുദ്ധത്തിൽ കാര്യമായ വിജയപരാജയങ്ങൾ ഉണ്ടായില്ല. അത് സമനിലയിൽ കലാശിച്ച യുദ്ധമാണ്. അതിനുശേഷം ടെറിട്ടോറിയൽ ഗെയിൻ ഉണ്ടാകാൻ ഒരു 1/2 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ഇപ്പോഴാണ് ഇസ്രായേലിന് ഒരു ടെറിട്ടോറിയൽ ഗെയിൻ ഉണ്ടായത്. ആ ഗെയിൻ ഒരു കാലത്തും ഇസ്രായേൽ നഷ്ടപ്പെടുത്തുമെന്ന് കരുതാനാവില്ല. പോയത് പോയി. ഗോലാൻ കുന്നിനോട് എക്കാലത്തേക്കും ബൈ ബൈ പറയുക എന്നത് മാത്രമേ സിറിയക്ക് ചെയ്യാനുള്ളൂ. പക്ഷേ പുതിയ ഭരണകൂടം ട്രംപിന്റെ പിന്തുണ അതാണ് അല്ലേ? ട്രംപ് പരസ്യമായിട്ട് പറഞ്ഞല്ലോ, ഗോലാൻ കുന്നുകൾ ഇസ്രായേലിന് കൈവശം വയ്ക്കാം, ഇസ്രായേലിന്റെ പ്രദേശമാണ്
ജെറുസലേമിന്റെ കാര്യത്തിൽ കൽപ്പിച്ചതുപോലെ ജെറുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമായി ആദ്യം അംഗീകരിച്ചത് ഡൊണാൾഡ് ട്രംപ് അല്ലേ, അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ. അതുകൊണ്ട് ട്രംപിന്റെ സമയത്ത് ഈ 4 വർഷം ഉപയോഗപ്പെടുത്തി ഗോലാൻ കുന്നുകളുടെ കൈവശാവകാശം യഥാർത്ഥ ഇസ്രായേലായിട്ട് മാറുകയാണ് ഈ 4 വർഷത്തിനുള്ളിൽ. അത് ഇസ്രായേലിന്റെ ഒരു പ്ലാനാണ്, ഇമ്മീഡിയറ്റ് പ്ലാനാണ്. അപ്പൊ ചുരുക്കത്തിൽ ഹൂതികളെ കൂടി കടന്നാക്രമിച്ച് അവരെ തളർത്താൻ ഇസ്രായേലിന് കഴിഞ്ഞാൽ പിന്നെ ഒരു മുഖ്യശത്രു മാത്രം മുന്നിൽ അവശേഷിക്കും. അത് ഇറാനാണ്. ഒരു കനത്ത യുദ്ധം ഒരുപക്ഷെ ട്രംപിന്റെ നേതൃത്വത്തിൽ ഇറാന് നേർക്ക്, ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കും എന്ന് ആവർത്തിച്ച് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നു. അത്തരമൊരു യുദ്ധത്തിലേക്ക് നീങ്ങിയാലും അതിൽ അത്ഭുതപ്പെടാനില്ല. അങ്ങനെ സംഭവിക്കുന്നതിനേക്കാൾ സാധ്യത ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. അത് മൊസാദും CIA ഒക്കെ വിചാരിച്ചാൽ ഇപ്പൊ തന്നെ ഇറാൻ ഈസ് ഇൻഫെസ്റ്റഡ് വിത്ത് ഇസ്രായേലി സ്പൈസ്. ഇറാന്റെ സൈന്യത്തിനുള്ളിൽ ഡീപ്ലി എൻട്രൻച്ച്ഡ് ആണ് മൊസാദിന്റെ ക്യാപ്സ്യൂളുകൾ, മൊസാദിന്റെ സൈലന്റ് കില്ലേഴ്സ്. ഇവര് ഒന്ന് നിറഞ്ഞാടിയാൽ ഭരണകൂടം അങ്ങ് താഴെ പോകും. അല്ലാതെ ഇപ്പൊ ആക്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ ഇങ്ങനെ ആണവ നിലയങ്ങൾക്ക് കാവലിൽ നിൽക്കും. പക്ഷേ യഥാർത്ഥം സംഭവിക്കാൻ പോകുന്നത് ഒരു അട്ടിമറിയാണ്. ഒന്നുകിൽ സൈന്യം, ഇറാനിന്റെ റവല്യൂഷണറി ഗാർഡിനകത്ത് തന്നെ ഈ പ്ലാന്റ് ചെയ്ത എലിമെന്റ്സ് ഉണ്ട്, അതിനകത്ത് തന്നെ വിപ്ലവം ഉണ്ടായാൽ ഭരണകൂടത്തിന് ഒന്നും ചെയ്യാനാവില്ല, അയത്തുള്ളയ്ക്ക് ഒന്നും ചെയ്യാനാവില്ല. അതാണ് ജനാഭിപ്രായം നെതന്യാഹുവിന് അനുകൂലമായ ഒരു കാലഘട്ടത്തിലേക്ക് എത്തി എന്നാണ് ഇപ്പോൾ മാധ്യമ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ നെതന്യാഹുവിനെ വലിയ തോതിൽ ഇസ്രായേലിലെ ജനങ്ങൾ തന്നെ വിമർശിച്ചിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ ഒരു വിജയം എന്നും മധുരിക്കുന്ന അനുഭവമാണ് അല്ലെ. വിജയം ആകെയുള്ള നെതന്യാഹുവിന്റെ ഒരു കിരീടത്തിൽ ഇല്ലാതെ പോകുന്ന ഏക പൊൻതൂവൽ എന്ന് പറയുന്നത് ഒരു പ്രധാന പൊൻതൂവലാണ്. ആ തൂവൽ ഈ 100 ബന്ദികളോളം ഇനി മോചിപ്പിക്കാനുണ്ട്. അത് മോചിപ്പിക്കാതെ ആ കിരീടം പൂർണ്ണമാവില്ല. അതിനുവേണ്ടി തന്നെയാണ്, അതില്ലാതെ യുദ്ധം അവസാനിപ്പിക്കാനും ആവില്ല. ഇനിയിപ്പോൾ ഹമാസ് ഒരു ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നു. ബന്ദികളെ വിട്ടയച്ചാലും ഈ 60 ദിന വെടിനിർത്തൽ ഇസ്രായേൽ ഒരിക്കലും ഗാസ മുനമ്പിൽ നിന്ന് മാറില്ല എന്ന് മാത്രമല്ല, വീണ്ടും യുദ്ധം പുനരാരംഭിക്കുമെന്ന ഭയം ഹമാസിനുണ്ട്. ട്രംപ് അത്തരമൊരു നയപരിപാടിയാണ് മനസ്സിൽ കാണുന്നതെന്നാണ് ഹമാസ് പറയുന്നത്. ഒരിക്കലും ഇസ്രായേൽ പൂർണ്ണമായി ഇനി ഗാസയിൽ നിന്ന് പിന്മാറില്ല. ഗാസയെ ചന്നം ഭിന്നം കോറിഡോറുകളിലൂടെ അതുകൊണ്ട് മുറിക്കുകയാണ്. കിഴക്ക് പടിഞ്ഞാറ് കോറിഡോറുകൾ, നിലവിൽ 3 കോറിഡോറുകളാണുള്ളത്. കൂടുതൽ എണ്ണം കോറിഡോറുകൾ വടക്ക് തെക്ക് കോറിഡോറുകൾ വന്ന് ചതുരമുള്ള ഖണ്ഡങ്ങളായി വീതിച്ച് അതിലെല്ലാം മോണിറ്ററിംഗ് ആകുമ്പോൾ ഹമാസിന് നല്ല ഒരു ഈച്ചയ്ക്ക് പോലും ഈ മോണിറ്ററിംഗ് അതിലംഘിച്ചുകൊണ്ട് ക്രോസ് ഓവർ ചെയ്യാനാവില്ല. അതുകൊണ്ട് ഹമാസ് ഒന്നും ഉണ്ടാവില്ല. ഒരുപക്ഷെ ഫത്തായ്ക്ക് കൂടി പ്രാതിനിധ്യമുള്ള ഒരു വെസ്റ്റ് ബാങ്ക് ഹൈഫനേറ്റഡ് വെസ്റ്റ് ബാങ്ക് ആൻഡ് ഗാസ സമാധാന പദ്ധതി അണിയറയിലുണ്ട്. അത് പൂർത്തിയാകുമ്പോൾ കംപ്ലീറ്റ്ലി നോക്ക് ഡൗൺ ഒരു കിറ്റാണ് ഒരുപക്ഷെ ഗാസയ്ക്ക് വേണ്ടി ഇസ്രായേൽ പ്ലാൻ ചെയ്യുന്ന. സൈനിക സാന്നിധ്യം മിനിമലിസ്റ്റ് ആയിരിക്കും, പക്ഷെ കോറിഡോറുകളിലൂടെ യാതൊരു രീതിയിലും ഹമാസിനെ പോലെ ഒരു തീവ്ര വിഭാഗത്തിനെ യഥേഷ്ടം വിഹരിക്കാനോ തുരങ്കങ്ങൾ ഉണ്ടാക്കാനോ ഉള്ള സാധ്യത പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതിയിലേക്കാണ് ഇസ്രായേൽ ഗാസയിൽ നീങ്ങുന്നത്. വളരെ നന്ദി ഡോക്ടർ ഭവൻ വർഗീസ്. നന്ദി, നമസ്കാരം.